ഹലോ ഡിയേഴ്സ്, ഇന്നത്തെ ചർച്ചാ വിഷയം എൻ്റെ വീടാണ് കേട്ടോ. ഇപ്പോഴാണ് ഈ വീടൊന്ന് സെറ്റായത്, അതുകൊണ്ടാണ് ഹോം ടൂർ ഇടണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇടാതിരുന്നത്. ഇപ്പോഴാണ് ഇവിടെയുള്ള പണികളൊക്കെ ഒന്ന് തീർന്ന് ഒന്ന് സെറ്റായത്. അപ്പം എന്തൊക്കെയാണുള്ളതെന്ന് കാണാം. അപ്പം നമ്മുടെ വീട്ടിൽ ആദ്യം ഇത് സിറ്റ് ഔട്ട്, ഇനി കയറി ചെല്ലുന്ന ഹാളിലോട്ടാണ്. ഇതാണ് നമ്മുടെ ഹാള്. ഈ കാണുന്ന സാധനങ്ങളെല്ലാം ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടാണ് ഒതുക്കി പറക്കി വെച്ചേക്കുന്നത്. കാരണം നമ്മുടെ ഈ വീട്ടിൽ കുറച്ച് സൗകര്യം കുറവാണ്, സ്ഥലം ഇച്ചിരി കുറവാണ്. അതുകൊണ്ട് ദാ ഇവിടെ ഒരു ദിവാങ്കോട്ട്, 2 സെറ്റി, ടീപ്പോ എല്ലാം ഒരുമാതിരി ആണ് ഇട്ടേക്കുന്നത്. നമ്മുടെ പഴയ വീട്ടിൽ അതിനൊക്കെയുള്ള സൗകര്യം ഉണ്ടായിരുന്നു, ഡൈനിങ് ഹാൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആയിരുന്നു ഈ ഡൈനിങ് ടേബിളൊക്കെ ഇട്ടിരുന്നത്. പക്ഷേ ഇപ്പം അതിനുള്ള സ്ഥലമില്ല, നമുക്ക് ഈ ഒരു മൊത്തത്തിൽ ഒരു ഹാള് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാം ഒരു സ്ഥലത്ത് തന്നെയാണ് ഇട്ടേക്കുന്നത്. പിന്നെ എൻ്റെ വീട്ടിൽ 3 റൂമാണുള്ളത്. ഈ റൂം മടയും വാപ്പാടെ റൂമാണ്. ഇവിടെയും സ്ഥലം കുറവായതുകൊണ്ടാണ് ഈ അലമാരയുടെ അടുത്ത് തന്നെയാണ് ഈ നമ്മൾ തുണിയൊക്കെ ഇടുന്നൊരു സ്റ്റാൻഡ് വെച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് വെക്കാൻ സ്ഥലം ഇല്ലാത്തത് അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ കുറച്ച് സ്പേസ് വിട്ടിട്ടുണ്ട് നിൽക്കാനും ഒരുങ്ങാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് അവരുടെ റൂം. പിന്നെ ഇവിടെ ഒരു വാഷ്റൂമുണ്ട്. ആ റൂമിൻ്റെ തന്നെ ഇപ്പുറത്തായിട്ടാണ് വാഷിംഗ് ഏരിയ ഉള്ളത്, വാഷ് ബേസും മിററ്. പിന്നെ ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്. ഈ ടോയ്ലറ്റ് നേരത്തെ നമ്മൾ അപ്പുറത്തെ റൂമിൽ കണ്ട സെയിം ടോയ്ലറ്റ് തന്നെ. കണ്ടില്ലേ, 2 വാതിലും ഒരു ടോയ്ലറ്റും, അങ്ങനെയാണ് ഇത് വെച്ചിട്ടുള്ളത്. അടുത്തത് എൻ്റെ റൂമാണ്. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, വളരെ ചെറിയ റൂമാണ് കേട്ടോ. നേരത്തെ കണ്ടതിനേക്കാളും കുറച്ചും കൂടെ ചെറിയ റൂമാണ്. ഇവിടെ എൻ്റെ ചില അൽക്കുലിക്ക് സാധനങ്ങളൊക്കെയാണ് ഈ ടേബിളിൻ്റെ അകത്ത് വെച്ചിട്ടുള്ളത്. എൻ്റെ ഫോട്ടോ, കുറച്ച് ക്രാഫ്റ്റ് ഐറ്റംസ്, പിന്നെ ഒരു കുട്ടി കലണ്ടറുണ്ട്. പിന്നെ താഴെ എൻ്റെ മേക്കപ്പ് ഐറ്റംസ്, പ്രത്യേകിച്ച് മേക്കപ്പ് ഐറ്റംസ് ഒന്നുമില്ല, കുറച്ച് സ്ലൈഡും ക്ലിപ്പും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു സ്റ്റാൻഡുണ്ട്, അതിലെൻ്റെ ഫോട്ടോസ്. ഇത് +2-നുള്ള ക്ലാസ് ഫോട്ടോയാണ്. പിന്നെ ഫ്രണ്ട്സിൻ്റെ ഫോട്ടോ ഉണ്ട്. ഈ അടുത്തിരിക്കുന്ന ചുമന്ന സാധനം ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്, ഒരു ക്രിസ്മസ് തീമിൽ ഉണ്ടാക്കിയതാണ്. ക്രിസ്മസ് തീമെന്നൊന്നും പറയാക്കൂല, ആ സാധനങ്ങളെല്ലാം കൂടെ വെച്ചപ്പോൾ ഒരു ക്രിസ്മസ് തീമായി പോയതാണ്. അതേ സെയിം പച്ച സാധനമാണ് ഞാൻ ഇവിടെ എടുത്ത് ഒട്ടിച്ച് വെച്ചേക്കുന്നത്. ഇതെൻ്റെ അലമാരയാണ്. അലമാരയിൽ ബി പോസിറ്റീവ്, ബി കോൺഫിഡൻറ്റ്, ഓൾവേസ് ബി ഹാപ്പി എന്നൊക്കെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. വേറൊന്നിനും വേണ്ടിയിട്ടല്ല, എനിക്ക് തന്നെ നോക്കി സംതൃപ്തി വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എൻ്റെ ബെഡുണ്ട്. ഇവിടെ ബോക്സ്, തുണിയിടാൻ വേണ്ടിയിട്ടുള്ള ബോക്സ് ഉണ്ട്. പിന്നെ എൻ്റെ ഒരു കുട്ടി ക്ലോക്കുണ്ട്. ഞാനും അനിയനും എഴുതി പഠിക്കുന്ന ബോർഡാണ് കേട്ടോ ഇത്. ബോർഡുണ്ട്. പിന്നെ എനിക്കൊരു വാഷ്റൂമുണ്ട്, അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉണ്ട്. ഈ ഇരിക്കുന്നത് എൻ്റെ ടേബിളാണ് കേട്ടോ. മൊത്തം അലങ്കോലമായിട്ടിരിക്കുകയാണ്, വേറൊന്നും കൊണ്ടല്ല, സ്പേസ് കുറവാണ്. എൻ്റെ റൂമിൽ തന്നെ കുറച്ച് സ്പേസ് അല്ലേ ഉള്ളൂ. അപ്പം ഈ ടേബിളിനടുത്ത് ഇവിടെ വെച്ചേക്കാണ്. ഇനി കുറച്ച് സാധനങ്ങൾ, എൻ്റെ ക്രാഫ്റ്റിൻ്റെ കുറച്ച് ഐറ്റംസൊക്കെയാണ് ഇരിക്കുന്നത്. പിന്നെ ഈ ഇരിക്കുന്നതൊക്കെ നമ്മൾ കോളേജിൽ ഉണ്ടാക്കുന്ന ഓരോരോ ഐറ്റംസാണ്. ഇതെന്തോ ക്രീമാണ്, കോൾഡ് ക്രീം. പിന്നെ ഇതൊരു ഷാമ്പു ഉണ്ടാക്കിയതാണ്. അങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നെ ഈ ഇരിക്കുന്ന അത്രയും ഉമ്മാടെ ഐറ്റംസാണ്, ഉമ്മാടെ മരുന്ന്, ഗുളിക, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. പിന്നെ എൻ്റെ ബുക്കുകൾ, ടെക്സ്റ്റുകൾ, കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഹാളിൽ തന്നെ. ഇവിടെ ഈ ജനൽ ഞങ്ങളിവിടെ വരുമ്പോൾ ഇല്ലായിരുന്നു, ഞങ്ങൾ വെച്ചതാണ്. അപ്പോൾ ആ ജനലിൻ്റെ അതുവരെയും ഈ ഷോക്കേസ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളതിനെ മുറിച്ച് പകുതിയാക്കി. നമ്മൾ TV വെക്കാൻ സ്പേസ് ഇല്ലായിരുന്നു, അതുകൊണ്ട് വെച്ചതാണ് അങ്ങനെ. പിന്നെ അവിടെ തന്നെ കുറച്ച് സാധനങ്ങൾ ഒക്കെ വെച്ചിട്ടുണ്ട്, ഫ്ലവർ വേസുകൾ. ആ വീട്ടിൽ ഒരുപാട് ഫ്ലവർ വേസൊക്കെ വെക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ടൊക്കെ വാങ്ങിച്ചാണ് ഈ ഇരിക്കുന്നതൊക്കെ. ഇവിടെ വന്നപ്പം ഇങ്ങനെയൊക്കെ പറക്കി വെക്കേണ്ടി വന്നു. ഇവിടെ ഒരു
ഷെൽഫ് പോലെ ഉണ്ട്. കുറച്ച് ബുക്സൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ കഥാ ബുക്കുകൾ, ഡിക്ഷണറി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇവിടെ നമ്മളെ ഖുർആനും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളെല്ലാം വെക്കാൻ ഒരു കുഞ്ഞു തട്ടുണ്ട്. ഇത് എൻ്റെ അനിയൻ്റെ റൂമാണ്. അവൻ്റെ റൂമാണെന്ന് തോന്നുന്നു നമ്മളെ ഈ വീട്ടിലെ ഏറ്റവും കുറച്ചും കൂടെ സ്പേസ് ഉള്ള റൂം. ഇത് അവൻ്റെ കട്ടിൽ, പിന്നെ അലമാരയുണ്ട്, 2 അലമാരയുണ്ട്. പിന്നെ ഒരു ടേബിളുണ്ട്. ഇതിൻ്റെ മണ്ടയിലിരിക്കുന്ന പകുതി സാധനവും എൻ്റേതാണ്. എൻ്റെ പെയിൻറ്റിങ് ഐറ്റംസ് ഇന്നലെ പെയിൻറ്റ് ചെയ്തിട്ട് അതുപോലെ അവിടെ വെച്ചിട്ട് പോയതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. എനിക്ക് എൻ്റെ റൂമിലിരുന്ന് പെയിൻറ്റ് ചെയ്യാനൊന്നുമുള്ള സ്പേസ് അവിടെ ഇല്ല. ഇതുപോലൊരു ടേബിളൊന്നുമില്ല. അങ്ങനെയെങ്കിലല്ലേ നമുക്ക് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. നമ്മുടെ ഹാളിലുള്ള ഒരു സംഭവമാണ് ഇത്. ഇതെൻ്റെ പഴയ വീട്ടിലും ഉണ്ടായിരുന്ന അതേപോലത്തെയാണ്. നമ്മളെ കുറച്ച് ട്രോഫിയും സാധനങ്ങളും ഒക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മുടെ അടുക്കളയാണ്. അടുക്കളയിൽ ഇത് വലിയ അടുക്കളയാണ്. അത്യാവശ്യം സ്പേസുള്ള ഒരു സ്ഥലമാണിത് ഈ വീട്ടിൽ. ബാക്കിയുള്ളതൊക്കെ കുറച്ച് ചെറുതാണ്. അടുക്കള ഇച്ചിരി നല്ല വലുതാണ്. ഇവിടെ ഒരു വാഷ് ബേസിനുണ്ട്. പിന്നെ നമ്മളെ ഗ്യാസ് വെക്കാനൊക്കെ ആയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. പിന്നെ ഇതുപോലെ ഒരു വിൻഡോ ഒക്കെ ഉള്ള ഒരു ചെറിയ സ്പേസ് ഉണ്ട്. അവിടെയാണ് നമ്മൾ കുക്ക് ചെയ്തൊക്കെ എല്ലാം വെക്കുന്ന സ്ഥലം. അപ്പം ഇതാണ് നമ്മുടെ അടുക്കള. താഴെയെല്ലാം പാത്രങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് കബോർഡ് പോലെയുണ്ട്. പിന്നെ ഇവിടെ ഉള്ളത് സ്റ്റോർ റൂമുണ്ട്. സ്റ്റോർ റൂമിൽ എല്ലാ സാധനങ്ങളും കുത്തിഞ്ഞെരുക്കി എല്ലാം വെച്ചിട്ടുണ്ട് എൻ്റെ ഉമ്മ. ഇതാണ് സ്റ്റോർ. അടുക്കള മാത്രമല്ല ഉള്ളത്, ഒരു കുഞ്ഞടുക്കളയും കൂടെ ഉണ്ട്. അവിടെയാണ് നമ്മൾ ഫ്രിഡ്ജൊക്കെ വെച്ചേക്കുന്നത്. പിന്നെ ഉമ്മയുടെ മെഷീൻ ഇരിപ്പുണ്ട്, അതിന് മൂടിയിട്ടേക്കാണ്. പിന്നെ അവിടെയും ചെറിയൊരു സ്ലാബൊക്കെ ഉണ്ട്. നമ്മളിവിടെ വന്നിട്ട് ഇവിടെ നിന്നുള്ള സാധനങ്ങളൊന്നും അടുക്കിയൊന്നും വെച്ചിട്ടൊന്നും ഇല്ല. അവിടെ നിന്ന് കൊണ്ടുവന്ന പോലെയൊക്കെ വെച്ചിട്ടുണ്ട്. അടിയിലിരിക്കുന്നത് പാപ്പാടെ കുറച്ച് ടൂൾ ബോക്സും പിന്നെ നമ്മൾ പറിച്ച് വെച്ചൊരു പപ്പക്കയും കൂടി ഇരിപ്പുണ്ട്. അങ്ങനെ കുറച്ച് സാധനങ്ങൾ. ഇവിടെ ഒരു ഗ്രില്ലുണ്ട്. പിന്നെ ഇതാ പുറത്തോട്ട് ഇറങ്ങാനായിട്ടുള്ള സ്ഥലം. പിന്നെ ഇതാ ഇവിടെയും ഒരടുക്കളയുണ്ട്. ഈ അടുക്കളയിൽ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോഴാണ് നമ്മുടെ സ്റ്റെയർ ഉള്ളത്, മുകളിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഉള്ള സ്റ്റെയർ. നമ്മുടെ വെളിയിലത്തെ അടുക്കളയിലാണ് അടുപ്പുള്ളത്. അടുപ്പും അത്യാവശ്യം അമ്മിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഒരു വാഷ് ബേസുണ്ട്. പിന്നെ വിറകൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടൊരു സ്പേസ്. അതിനിപ്പുറത്ത് തന്നെ വിറക് വരയുണ്ട്. ഇവിടെ ആയിട്ട് തന്നെ വാഷ്റൂമും കുളിമുറിയും കൂടെ ചേർന്ന് അതുണ്ട്. ഇത്രയൊക്കെയാണ് നമ്മുടെ വീടിൻ്റെ അകം വശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. പുറത്ത് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. എനിക്ക് ഈ വീട്ടിൽ ഏറ്റവും ഇഷ്ടമില്ലാത്ത ഒരു സാധനമാണ് ഇത്. അത് തുണി കഴുകാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല. മുമ്പൊക്കെ നമ്മൾ തുണി കഴുകുന്നത് കുളിമുറിയിൽ ചേർന്നിട്ടൊരു കല്ല് കാണും. അപ്പം നമ്മൾ കുളിക്കുമ്പോൾ തന്നെ നമ്മുടെ ആ തുണിയൊക്കെ അലക്കിയിടാൻ പറ്റും. പക്ഷേ ഇപ്പം ഇവിടെ വന്നതിന് ശേഷം എനിക്കത് പറ്റുന്നില്ല. കൂട്ടിയിട്ട് കഴുകി എനിക്ക് ശീലവുമില്ല. ഞങ്ങൾക്ക് ആർക്കും ശീലമില്ല, അതുകൊണ്ട് പറ്റുന്നില്ല. കോളേജിലൊക്കെ പോകുന്ന ദിവസമാണെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. രാവിലെ പോകുമ്പോൾ കഴുകിയിട്ടിട്ട് പോകാൻ പറ്റത്തില്ല, വൈകിട്ട് വന്നിട്ട് കഴുകാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ കല്ല് എനിക്ക് ഇച്ചിരി പ്രശ്നമുള്ളൊരു സാധനമാണെന്ന്. വേറൊന്നും കൊണ്ടല്ല കേട്ടോ. പുറത്തെന്ന് പറയുമ്പം ഇവിടെ ഒരു സ്റ്റെപ്പുണ്ട്. നമ്മൾ അടുക്കളേൻ്റെ ഭാഗത്ത് അപ്പുറത്തെ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇട്ടേക്കുന്ന ഒരു സ്റ്റെപ്പാണ്. അവിടെയാണ് നമ്മൾ പാത്രമൊക്കെ ഉണക്കാൻ വേണ്ടി വെച്ചേക്കുന്നത്. പിന്നെ ഇത് എൻ്റെ വീട്ടിൽ, മറ്റേ വീട്ടിൽ നമ്മൾ വെച്ചിരുന്നൊരു സാധനമാണ്. ചെടികളൊക്കെയാണ്. അതിൻ്റെ മുമ്പ് വീഡിയോസൊക്കെ കാണുന്നവർക്കറിയായിരിക്കും. ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ ആ വീട്ടിലുണ്ടായിരുന്നു. അവിടെ നിന്ന് എല്ലാം കൊണ്ടുവന്ന് ഇതുപോലെ ഓരോ സ്ഥലങ്ങളിൽ വെച്ചിട്ടുണ്ട്. കുറേയൊക്കെ പാപ്പ എടുത്ത് നട്ടു, കുറേ ഇനിയും നടാനൊക്കെ ഉണ്ട്. വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ നമുക്ക് കാർ പോർച്ചിന് വേണ്ടിയിട്ട് ടാർപ്പ കെട്ടി നമ്മളെ വണ്ടി ഇടാൻ വേണ്ടിയിട്ടൊരു സ്പേസ് ഉണ്ട്. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് തന്നെ ഗാർഡൻ പോലെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ഥലമുണ്ട്. ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ നട്ട് വെച്ചിട്ടുണ്ട്. പുതിയതായിട്ട് വാങ്ങിച്ചതാണ് ഇതൊക്കെ. റോസ, ചെമ്പരത്തി, കലംപൊട്ടി അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ.
അതൊക്കെ നട്ടു വച്ചിട്ടുണ്ട്. ഇത് മറ്റേ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അതേപോലെ ഇരിക്കുന്ന മാവാണ് കേട്ടോ. കുറേ നാളായി, പക്ഷെ ഇപ്പോഴാണ് 2 മാങ്ങയൊക്കെ വന്നിട്ടുണ്ട്. കായ്ക്കുമായിരിക്കും. പിന്നെ നമ്മളെ കിണർ, ഇതും ചെടികളൊക്കെ നടാൻ വേണ്ടിയിട്ട് ഉള്ള കുറച്ച് സ്ഥലം. അവിടെയും കുറേ ചെടികളൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, മറ്റേ വീട്ടിലുണ്ടായിരുന്ന കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് മണ്ണിൽ നട്ടിട്ടുണ്ട്. മുമ്പ് നമ്മൾ വലിയ ബാരലിലൊക്കെയാണ് നട്ടിട്ടുള്ളത്. ഈ സപ്പോട്ടയുടെയൊക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ആ വീട്ടിൽ അധികം മണ്ണുള്ള സ്പേസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ബാരലിലായിരുന്നു നട്ടിരുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ എല്ലാം മണ്ണിലാക്കി നട്ടിട്ടുണ്ട്. പിന്നെ അവിടെ ഇരിക്കുന്ന കുറച്ച് സാധനങ്ങളും കൂടെ നടാനുണ്ട്. അപ്പുറത്തെ സൈഡിൽ നടുക്കായിട്ടൊരു തെങ്ങ് ഇങ്ങനെ പോയിട്ടുണ്ട്. അതിന് ചുറ്റും ഇങ്ങനെ കെട്ടിപ്പറക്കിയൊക്കെ വെച്ചു. അതെൻ്റെ വാപ്പാടെ തന്നെ പണിയാണ്. പിന്നെ ഇവിടെയും അപ്പുറത്തെ സൈഡിലെ പോലെ തന്നെ കെട്ടിയിട്ടിട്ടുണ്ട്. നമ്മൾ ഗാർഡനിങ് പോലെ ഇവിടെയും കുറച്ച് ചെടികളും സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്നത് ഇരിപ്പുണ്ട്. ഈ പുളിഞ്ചി ഓർമ്മയുണ്ടാകുമല്ലോ, എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയായിരിക്കും. അതിനെ ഇപ്പം ഇങ്ങനെ അനാഥമാക്കി വെച്ചിട്ടുണ്ട്. അതിനൊക്കെ എടുത്ത് നടും. തൽക്കാലം ഇങ്ങനെയൊക്കെ പോട്ടെ. അതേ ചട്ടി തന്നെ ഇരിപ്പുണ്ട്. ഒരുപാട് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് ഈ പുളിഞ്ചിക്കൊക്കെ കാച്ചു നിൽക്കുന്നതായിട്ട്. ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും നട്ടിട്ടൊന്നുമില്ല. സ്പേസ് ഉണ്ട്. പിന്നെ ഇവിടെ നമ്മൾ ഒരു ടാപ്പുണ്ട്, കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു പഴയ സൈക്കിൾ ഇരിപ്പുണ്ട്. എൻ്റെ അനിയൻ്റെ സൈക്കിളാണ്. ഇപ്പം അതവ യൂസ് ചെയ്യാറൊന്നുമില്ല. വലുതായതിന് ശേഷം ഇപ്പം ചവിട്ടാനുള്ള സമയവും ഇല്ലല്ലോ. അതുകൊണ്ട് ഇതൊന്നും യൂസ് ചെയ്യാതെ ഇങ്ങനെ വെച്ചേക്കുവാണ്. അപ്പം ഇത്രയൊക്കെയാണ് എൻ്റെ വീട്. നമ്മുടെ ഗേറ്റിൻ്റെ സൈഡിലായിട്ട് കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒന്നും പേരെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ ബൊട്ടാണിക്കൽ ഗാർഡനിൽ നമ്മൾ പോയപ്പം അപ്പം അത് കണ്ട് ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അങ്ങനെ എടുത്ത സാധനമാണ്. എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഇതിൻ്റെ പേരെന്തോ അവിടുത്തെ ആൻറ്റി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ മറന്നു കേട്ടോ. നല്ല പൂവായിരുന്നു, അതുകൊണ്ടാണിത് വാങ്ങിച്ചത്. അതിൻ്റെ ഒരു തൈയും കൂടെ ഉണ്ട്. പിന്നെ എല്ലാവരെയും വീട്ടിലുള്ള പോലെ കുറച്ച് 10 മണികൾ വെച്ചിട്ടുണ്ട്. ഇതിലൊന്നും പൂ വന്നില്ല. ഇതിൽ പൂ വന്നിട്ടുണ്ട്. ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു 10 മണിയുടെ. ഒരു ഓറഞ്ച് പൂ കൂടെ ഉണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ. പിന്നെ അതുപോലെ തന്നെ അവിടെയും ഒരെണ്ണം വെച്ചിട്ടുണ്ട്. അതിലും പൂവൊന്നും വന്നില്ല. അപ്പോൾ ഇത്രയാണ് എൻ്റെ വീട്. എൻ്റെ ഈ ചാനലിൽ ഞാൻ അധികം വ്ളോഗ്സ് ഒന്നും ഇട്ടിട്ടില്ല. 2-3 വീഡിയോസ് മാത്രമാണ്, ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ വീഡിയോസ് മാത്രമാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ കമൻ്റായിട്ട് പറയണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ ശരി.